ആ പേരക്കുട്ടിയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹുസൈൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത്, മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസൻ ദാത യൗമിൻ ഫീ ബൈതി. ഒരു ദിവസം എൻ്റെ വീട്ടിൽ അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുകയാണ്. നബി പറഞ്ഞു, ലാ യദ്ഖുൽ അലയ്യ അഹദുൻ, ഒരാളും എൻ്റെ റൂമിലേക്ക് കയറരുത്, ഒരാളെയും എൻ്റെ റൂമിലേക്ക് കയറ്റരുത്. നബി പെട്ടെന്ന് പറയാൻ. അങ്ങനെ ഒരു മുറിയിൽ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫന്തളർതു ഫദഖലൽ ഹുസൈനു റളിയല്ലാഹു തആല അൻഹു. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ കാത്തിരുന്നു, പക്ഷെ ഞാനറിയാതെ ഹുസൈൻ ചെറിയ കുട്ടിയാണ്, ഹുസൈൻ ഇങ്ങനെ കറങ്ങിയിട്ട് അകത്തേക്ക് കയറി, റൂമിനകത്തേക്ക് കയറി, ഞാൻ അറിയണില്ല. ഫസമിഅതു നശീജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് ഭയങ്കര കരച്ചിൽ കേൾക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഫത്തലഅതു, ഞാൻ അങ്ങ് എത്തി നോക്കുമ്പോൾ ഫൈദാ ഹുസൈനും ഫീ ഹിജ്രിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ മടിത്തട്ടിൽ ഹുസൈൻ കയറിയിരിക്കുകയാണ്. വന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു ജബീനഹു വഹുവ യബ്കി, ആ മകന്റെ നെറ്റിത്തടം തടകിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കരയുന്നുണ്ട്. ഉടൻ തന്നെ ഞാൻ ഇടപെട്ടു. എന്നിട്ട് ഞാൻ നബിയോട് പറഞ്ഞു, വല്ലാഹി മാ അലിംതു ഹീന ദഖല, നബിയെ ഹുസൈൻ അകത്തേക്ക് വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, അത് ഞാൻ അറിയാതെ കയറിയതാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ ഉമ്മു സലമയോട് പറയുകയാണ്, ഇന്ന ജിബ്രീല അലൈഹിസ്സലാമു കാന മഅനാ ഫിൽ ബൈത്ത്, ജിബ്രീൽ അലൈഹിസ്സലാം നമ്മുടെ കൂടെ ഈ വീട്ടിലുണ്ടായിരുന്നു. ആ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, തുഹിബ്ബു, ഹുസൈൻ ഇഷ്ടാണോ? ഹുസൈൻ അല്ലാഹു കയറി വന്ന് നബിയുടെ മടി കയറുന്നപ്പോൾ ജിബ്രീൽ ചോദിക്കുകയാണ്, നബിയെ നിങ്ങൾക്ക് ഈ കുട്ടി ഇഷ്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ മിനദ് ദുനിയാ ഫനം, തീർച്ചയായും ഈ ദുനിയാവിലുള്ള വിഭവങ്ങളിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളാണ് ആര്? ഹുസൈൻ. ഉടൻ തന്നെ ജിബ്രീൽ പറയാണ്, ഇന്ന ഉമ്മതക സതഖതുലു ഹാദാ ബിഅർളിൻ യുഖാലു ലഹാ കർബല. ഇങ്ങനെയാ പ്രവാചകൻ പ്രവചിക്കുക, അല്ലാതെ നബി എവിടെയെങ്കിലും ഗണിച്ച് പറയല്ല. ജിബ്രീൽ പറഞ്ഞു കൊടുക്കണം ആർക്ക്? നബിക്ക്. എന്താ പറഞ്ഞു കൊടുത്തത്? ഓ നബിയെ, ഇന്ന ഉമ്മത്തക, നിശ്ചയമായും നിങ്ങളുടെ ഉമ്മത്ത്, സതഖതുലു ഹാദാ, ഈ മോനെ കൊന്നുകളയും നബിയെ, ബി അർളിൻ, ഒരു സ്ഥലത്ത് വെച്ച്, യുഖാലു ലഹാ കർബല, അതിന് കർബല എന്നാ പേര്. എന്ന് മാത്രല്ല, ഫതനാബല ജിബ്രീൽ അലൈഹിസ്സലാം മിൻ തുർബത്തിഹാ, അവിടുത്തെ കുറച്ച് മണ്ണെടുത്ത് കൊണ്ടുവന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. മനസ്സിലാക്കണം, അത് അള്ളാഹുവിൻ്റെ റസൂൽ അവിടെ വെച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കേട്ടുകൊണ്ടാ പറയുന്നത്. ആരോട്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട്. അതുകൊണ്ട് ആ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോവാണ്. എങ്ങോട്ടാ പോണ്? കൂഫയിലേക്ക്. എപ്പോഴാണ്? ഹിജ്റ 61 അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായി, 4 ഖലീഫമാർ വഫാത്തായി, മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായി. അതിനുശേഷം ഹിജ്റ 61 മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫക്കാരെ കത്ത് കിട്ടുമ്പോൾ നേരെ പോവുകയാണ്. അങ്ങനെ പോകുന്ന വേളയിൽ, പോകുന്നതിന് മുമ്പ് അദ്ദേഹം കത്തയച്ചു, അവിടുത്തെ വിവരമൊക്കെ അറിഞ്ഞു. അങ്ങനെ 12,000-ഓളം വരുന്ന ആളുകളുമായി പോയി. ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ട വിവരം അറിഞ്ഞപ്പോൾ കൂഫയിലെ ഗവർണറെ മാറ്റി. അന്നത്തെ ഭരണാധികാരിയായിരുന്ന യസീദ് കൂഫയിലെ ഗവർണറെ മാറ്റിയിട്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനെ ഏൽപ്പിക്കുകയാണ്. ആ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അവിടെ ഉണ്ടായിരുന്ന ഹുസൈൻ പക്ഷക്കാരെ കൊന്നൊടുക്കുകയാണ്. ഈ വിവരമൊന്നും അറിയാതെ തനിക്കനുകൂലമാണ് കൂഫ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോയ പോക്കിൽ വഴിയിൽ വെച്ചുകൊണ്ട് ഇബ്നു സിയാദിന്റെ സംഘം പരസ്യമായി തടയുകയാണ്, പിടിച്ചു വെക്കുകയാണ്, ബന്ദിയാക്കുകയാണ്. ഒരുപാട് സംഭാഷണം നടത്തി, സന്ധി സംഭാഷണങ്ങൾ അവിടെയൊക്കെ പരാജയപ്പെട്ടു. ഞാൻ ചരിത്രം നീട്ടി പറയുന്നില്ല. അതിനിടയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മസ്മു ഹാദിഹിൽ അർള്, മസ്മു ഹാദിഹിൽ അർള്, ഏതാ ഈ ഭൂമി, ഏതാ ഈ സ്ഥലം? കൂടുതലവരോട് ചോദിക്കാൻ. അവർ പറഞ്ഞു, ഖാലു കർബല, ഇതാണ് കർബല. ഉടൻ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം, സദഖല്ലാഹു വറസൂലുഹു, അള്ളയും റസൂലും പറഞ്ഞത് സത്യമാണ്. കർബിൻ വബല, കർബല എന്നുള്ളത് അങ്ങോട്ട് പിരിച്ചു പറഞ്ഞു ഹുസൈൻ റളിയല്ലാഹു അൻഹു. കർബുൻ വബലാഉൻ, പ്രയാസവും ദുരിതവും തരുന്ന ഭൂമി. അള്ളയും റസൂലും പറഞ്ഞ സത്യമാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അറിയാ ഇവിടുന്ന് അങ്ങോട്ട് പോകൂല, ഒരടി മുന്നോട്ട് പോകൂല. അതുകൊണ്ട് ആ മഹാനവറുകൾ അവിടെ നിന്നിട്ട് ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ അന്ത സിഖതി ഫീ കുല്ലി കർബ് വറജാഇ ഫീ കുല്ലി ശിദ്ദ വഅന്ത ഫീമാ നസല ബി സിഖ വഅന്ത വലിയ കുല്ലി നിഅമത്തിൻ വസാഹിബു കുല്ലി ഹസന. അല്ലാഹുവേ, എൻ്റെ എല്ലാ പ്രയാസങ്ങളിലും ഞാൻ അവലംബിക്കുന്നത് നിന്നെയാണ്,
എല്ലാ പ്രയാസങ്ങളിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാഹ് നിന്നിലാണ്. മാത്രമല്ല ഏതൊരു പ്രയാസത്തിലും അവലംബിക്കേണ്ടത് നിന്നെയാണ്. തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളുടെയും രക്ഷിതാവ് നീയാണല്ലോ അല്ലാഹ്. വസാഹിബു കുല്ലി ഹസന, എല്ലാ നന്മകളുടെയും ആള് നീയാണല്ലോ അല്ലാഹ്. അതുകൊണ്ട് ഹുസൈൻ ഇവിടുന്ന് പോകുന്നില്ല, ഹുസൈൻ തിരിച്ചു പോകൂല. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് വളഞ്ഞു. ആരാ വളഞ്ഞത്? അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞതുപോലെ റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് തന്നെ. മനസ്സിലാക്കണം, ഖുറൈശികൾ പ്രമുഖന്മാരോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹാരാധകരോ ഒന്നുമല്ല, നേരെ മറിച്ച് വിശ്വാസികളായ ആളുകൾ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരക്കുട്ടിയെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? നബിയുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇവിടെ വന്ന് നിന്നാ നമ്മൾ തൊടുവോ? ആരെങ്കിലും തൊടുവോ? അവിടെ ഉണ്ടായിരുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളെ ബന്ദിയാക്കിയിട്ടും പലരും അന്ന് യുദ്ധത്തിന് വന്ന പലരും ഹുസൈൻ റളിയല്ലാഹു അൻഹു തൊടാൻ ധൈര്യം കാണിച്ചില്ലാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തേ ആരും ഹുസൈനെ തൊടാത്തത്? ഇബ്നു സിയാദ് ചോദിക്കണം, എന്തേ ഹുസൈൻ ആരും തൊടാത്തത്? ഒരുത്തൻ ആവേശം കയറിയിട്ട് നേരെ കുതിരയെ ഓടിച്ചു കൊണ്ടുവന്ന് ആ കുതിരയുടെ കാല് പൊക്കിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു നെഞ്ചത്ത് ചവിട്ടിച്ചു എന്നാണ്. നെഞ്ചത്ത് ചവിട്ടിയിട്ട് മലന്ന് വീഴാൻ ദിവസങ്ങളോളമായി ബന്ദിയാക്കിയിട്ട് ഒരു പിടി ഭക്ഷണം കൊടുത്തില്ല. വെള്ളം തീർന്നിട്ട് തൊണ്ട വരണ്ടിട്ട് ഒരിറ്റ് വെള്ളം തൊണ്ട നനക്കാൻ കൊടുത്തില്ല. അവസാനം കുതിരയുടെ ചവിട്ടേറ്റ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു നിലത്തേക്ക് വീഴുമ്പോൾ അവിടെ അപ്പുറത്തുള്ള ടെൻറ്റിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളുണ്ടായിരുന്നു. മക്കൾ ഇറങ്ങി വാപ്പാ എന്ന് വിളിച്ചോടി വന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ വെച്ചിട്ട് അമ്പ ഇത് കൊന്നുകളഞ്ഞു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മക്കളെ. ആ മയ്യത്തുകളെ ചേർത്ത് പിടിച്ച് മഹാനവറുകൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നല്ലവരായി വിട ചോദിക്കാം മക്കളെ, ഇത് കർബലയാണ്, നല്ലവരായി വിട ചോദിക്കാം. എന്നിട്ട് അവസാനം തൊണ്ട വരണ്ട് മരണം മുന്നിൽ കാണുമ്പോൾ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി യാചിച്ചിട്ട് വെള്ളം കൊടുക്കാതെ നിലത്ത് വീണ് കിടന്ന മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. യൂഫ്രട്ടീസ് അടുത്തുണ്ട്, ആ യൂഫ്രട്ടീസിൽ നിറയെ വെള്ളമുണ്ട്. ആ യൂഫ്രട്ടീസിലേക്ക് ഇഴഞ്ഞു പോകാൻ വേണ്ടി വാ പിളർത്തിക്കൊണ്ട് യൂഫ്രട്ടീസിന്റെ ഭാഗത്തേക്ക് നിലത്ത് കിടന്നുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങാൻ ശ്രമിക്കുമ്പോൾ ഒരുത്തൻ ഓടി വരികയാണ്. ഇബ്നു തമീം എന്ന് പറയുന്ന ഒരാൾ ഓടി വന്നുകൊണ്ട് ഒരമ്പെടുത്ത് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പൊളിഞ്ഞിരിക്കുന്ന വായിലേക്ക് എഴുതുവിടുകയാണ്, വായിലേക്ക് അമ്പെയ്യുകയാണ്. ആ അമ്പ് പോയി അണ്ണാക്കിൽ പതിക്കുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടെ കിടന്ന് അത് പറിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നി അശ്കൂ ഇലൈക മാ യുസ്നഉ ബിബ്നി ബിന്തി നബിയിക അല്ലാഹുമ്മ ഹ്സിഹിം അദദാ വഖ്തുൽഹും ബിദദാ. അല്ലാഹുവേ, എൻ്റെ വായിലേക്ക് അമ്പെയ്തവൻ, അവൻ്റെ പേരെനിക്കറിയില്ല, അവൻ്റെ അഡ്രസ് എനിക്കറിയില്ല, അവൻ്റെ കുലം എനിക്കറിയില്ല. അള്ളാഹുവേ, അവൻ്റെ കാര്യത്തിൽ ഞാൻ നിന്നോട് പരാതി പറയുകയാണ്. ഒരിറ്റ് വെള്ളം ചോദിച്ചപ്പോൾ എൻ്റെ വായിലേക്ക് അമ്പെയ്തവൻ ആരാണെങ്കിലും അള്ളാഹുവേ, അവൻ്റെ കാര്യം നിന്നിലേക്ക് ഞാൻ വിടുകയാണ് എന്ന് പറഞ്ഞു വായിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന രക്തം രണ്ട് കൈകൊണ്ടും സ്വീകരിച്ച് മഹാനവറുകളുടെ തല അവിടെ അമർത്തി വെച്ചുകൊണ്ട് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞുവെങ്കിൽ അരിശം തീരാതെ അതേ ഇബ്നു സിയാദിന്റെ സംഘത്തിൽ ഒരുത്തൻ ഓടി വന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്ത് വെട്ടിപ്പറിച്ചു. എന്നിട്ട് തല ഇങ്ങ് പൊക്കിയെടുത്തു, ഒരു തളികയിൽ വെച്ചു. എന്നിട്ട് ആ തളികയും കൊണ്ടുപോയി എങ്ങോട്ട്? ഇബ്നു സിയാദിന്റെ മുന്നിലേക്ക്. മഹാനായ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ തല കഴുത്തിൽ നിന്ന് അറുത്തെടുത്തിട്ട് അതൊരു തളികയിൽ വെച്ചിട്ട് തൻ്റെ ഭരണാധികാരിയുടെ മുന്നിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം നബിക്കറിയാം. വേറെ ആരുമല്ല എൻ്റെ പേരക്കുട്ടിയെ കൊല്ല, എൻ്റെ ഉമ്മത്ത് കൊന്നോളും. ഇതൊക്കെ കേൾക്കുമ്പോൾ വലിയ ആശ്വാസ സുഹൃത്തുക്കളെ. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മളും വിചാരിക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്താ ഇവർക്ക് സംഭവിക്കണത്, എന്താ ഇവരിങ്ങനെ ആയി പോകണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അവർക്ക് ഒരു മടി ഉണ്ടാവില്ല, തലയറുത്ത് കളയവർ, സംശയമില്ല. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ തലയെറുക്കാൻ ധൈര്യം കാണിച്ച ഉമ്മത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്റെ പേരക്കുട്ടിയുടെ തലയെറുത്ത് തളികയിൽ വെച്ചുകൊണ്ട്